കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ സോഫ്റ്റ്വെയർ പ്രോസസ്സ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരുന്നു. അപ്പോൾ പ്രോസസ്സ് എന്താ? ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ആക്ടിവിറ്റീസ്, ടാസ്ക് ആൻഡ് ആക്ഷൻസ്. അതിൽ ആക്ടിവിറ്റീസ് എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആക്ഷൻസും പറഞ്ഞായിരുന്നു, ആൻഡ് ടാസ്ക് എന്തൊക്കെയാണ് ടാസ്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരു പ്രോസസ് മോഡലിൽ ഈ ആക്ടിവിറ്റീസ്, ആക്ഷൻസ് ആൻഡ് ടാസ്ക്കാണ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. ആ ആക്ടിവിറ്റീസ് ആൻഡ് ആക്ഷൻസ് ആൻഡ് ടാസ്ക് നമ്മൾ ഒരു ഫ്രെയിം വർക്കിന് അകത്താണ് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രെയിം വർക്ക് ഓ മോഡലിനകത്താണ്. ആ ഫ്രെയിം വർക്ക് ഓ മോഡൽ എന്താണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ റിലേഷൻഷിപ്പ് വിത്ത് ദ പ്രോസസ്സ്, അതായത് ആ ഓരോ ആക്ടിവിറ്റീസിനും ആക്ഷനും ആൻഡ് ടാസ്കിന് ആ പ്രോസസ്സുമായിട്ടുള്ള റിലേഷൻ ആൻഡ് വിത്ത് വൺ അനദർ, വേറൊരു പ്രോസസ്സുമായിട്ടുള്ള റിലേഷൻ എന്താണെന്നുള്ള കാര്യങ്ങളെയാണ് ഫ്രെയിം വർക്ക് ഓ മോഡൽസിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആൻഡ് അതിൽ ദ സോഫ്റ്റ്വെയർ പ്രോസസ് ഈസ് റെപ്രസെൻറ്റഡ് സ്കീമാറ്റിക്കലി ഇൻ ഫിഗർ. അതായത് ഒരു സോഫ്റ്റ്വെയർ പ്രോസസ്സ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു ഫിഗറാണ്. ഒരു സോഫ്റ്റ്വെയർ പ്രോസസ്സിനെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന ഫിഗറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഒരു സോഫ്റ്റ്വെയർ പ്രോസസ്സ്. അതിൽ പ്രോസസ്സ് ഇത് ഫസ്റ്റ് ഫ്രെയിം വർക്ക്, ഇത് പ്രോസസ്സ് ഫ്രെയിം വർക്ക്, ഇത് പ്രോസസ്സ് സോഫ്റ്റ്വെയർ പ്രോസസ്സ്, ഇതിൽ പ്രോസസ്സ് ഫ്രെയിം വർക്ക്, അതിൽ കുറേ ഫ്രെയിം വർക്ക് ആക്ടിവിറ്റീസ് ഉണ്ടാവും. ഇതൊരു സെറ്റ് ഓഫ് ഫ്രെയിം വർക്ക് ആക്ടിവിറ്റി, ഇത് വേറൊരു സെറ്റ് ഓഫ് ഫ്രെയിം വർക്ക് ആക്ടിവിറ്റീസ്, അങ്ങനെ കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഫ്രെയിം വർക്ക് ആക്ടിവിറ്റീസ് ഉണ്ടാവും. ഇത് അംബ്രല്ല ആക്ടിവിറ്റീസിൻ്റെ മാത്രം ഫ്രെയിം വർക്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഒരു റഫ് മോഡൽ. ഇതിൽ ഓരോ ഫ്രെയിം വർക്ക് ആക്ടിവിറ്റിയും സെറ്റ് ഓഫ് സോഫ്റ്റ്വെയർ ടാസ്കുകളെ കൊണ്ട് പോപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലിപ്പം ഈ ഫ്രെയിം വർക്ക് ആക്ടിവിറ്റി എടുക്കുകയാണെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആക്ഷൻ, അത് ആക്ഷൻസിൽ വരുന്നത് വർക്ക് ടാസ്ക്, അതായത് വർക്ക് എന്തൊക്കെയാണ്, വർക്ക് പ്രോഡക്ട്സ് എന്തൊക്കെയാണെന്നുള്ളത്. പിന്നെ ക്വാളിറ്റി അഷുറൻസ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. പ്രോജക്റ്റ് മൈൽ സ്റ്റോൺസ്, അതായത് പ്രോജക്റ്റിൻ്റെ ടൈമിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതാക്കാൻ വേണ്ടി ഇത്രയും സെറ്റ്. പിന്നെ അതേപോലെ തന്നെ സെറ്റ് ഓഫ് ടാസ്ക് സെറ്റ് ഉണ്ട്. ആ ടാസ്ക് സെറ്റിൽ ഓരോന്നും പെർഫോം ചെയ്യുന്ന സെറ്റ് ഓഫ് ആക്ഷൻസും ഇവിടെ ഡിഫൈൻ ചെയ്ത് വെച്ച്. അപ്പോൾ ഓരോ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആക്ഷൻസിനെയും സെറ്റ് ഓഫ് ടാസ്ക് സെറ്റാണ് ഓരോ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആക്ഷൻസും. അതായത് ഈ ആക്ഷൻ പെർഫോം ചെയ്യാൻ ഏതൊക്കെ ടാസ്ക് പെർഫോം ചെയ്യണം എന്നുള്ളതാണ് ടാസ്ക് സെറ്റ്. അതായത് ഓരോ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആക്ഷൻസിനെയും ടാസ്ക് സെറ്റായിട്ട് ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആക്ടിവിറ്റീസിൽ എന്താ വരിക, നമ്മൾ കസ്റ്റമേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഡാറ്റ കളക്ട് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആക്ടിവിറ്റീസിൽ വരിക. ആക്ഷനിൽ എന്താ വരിക, അതായത് കോഡിങ്, ഡിസൈന്. അപ്പോൾ കോഡിങ് ഫേസ് തന്നെ നമുക്ക് പല ടാസ്ക് സെറ്റുകളായിട്ട് ഇതാക്കാം, സ്പ്ലിറ്റ് ചെയ്യാം. കോഡിങ്, അതായത് ഓരോ ഇൻഡിവിജ്വൽ മൊഡ്യൂൾസ് കോഡ് ചെയ്യുന്നത് ഒരു ടാസ്ക്, വേറൊരു മൊഡ്യൂൾ കോഡ് ചെയ്യുന്നത് വേറൊരു ടാസ്ക്, അതിനെ ഇൻഡിവിജ്വൽ മൊഡ്യൂൾസിനെ ടെസ്റ്റ് ചെയ്യുന്നത് ഓരോ ഇൻഡിവിജ്വൽ സെപ്പറേറ്റായി ടെസ്റ്റ് ചെയ്യുന്നത് വേറൊരു ടാസ്ക്. അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആക്ഷനെ തന്നെ എന്താ സെറ്റ് ഓഫ് ടാസ്ക് സെറ്റായിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. ആൻഡ് ഈച്ച് ടാസ്ക് സെറ്റ് അങ്ങനെ കുറേ ടാസ്ക് സെറ്റുകൾ നമ്മൾ ഡിഫൈൻ ചെയ്യും. ആ പെർട്ടിക്കുലർ സോഫ്റ്റ്വെയർ ആക്ഷനെയാണ് നമ്മൾ ഈ സെറ്റ് ഓഫ് ടാസ്ക് സെറ്റ് ഡിഫൈൻ ചെയ്യുന്നത്. അതായത് ഇപ്പം കോഡിംഗ് ആണെങ്കിൽ സെറ്റ് ഓഫ് ടാസ്ക് സെറ്റ് നമ്മൾ അക്കംപ്ലിഷ് ചെയ്യുമ്പം തന്നെ നമ്മുടെ കോഡിംഗ് എന്നുള്ള കംപ്ലീറ്റ് ആ ആക്ഷൻ നമുക്ക് പെർഫോംഡായി കിട്ടും. അങ്ങനെയാണ് അത് ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ജനറൽ ഫ്രെയിം വർക്ക് മോഡലിന്, പ്രോസസ് മോഡലിന് എന്തൊക്കെ ആക്ടിവിറ്റീസ് വരുന്നുണ്ട്, സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് വരുന്നു. അതായത് ഒരു ജനറൽ പ്രോസസ് മോഡലിന് സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് കമ്മ്യൂണിക്കേഷൻ, സെക്കൻഡ് പ്ലാനിങ്, തേർഡ് മോഡലിങ്, ഫോർത്ത് കൺസ്ട്രക്ഷൻ, ഫിഫ്ത്ത് ഡിപ്ലോയ്മെൻറ്റ്. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പ്രോസസ് മോഡലിൽ ഏതൊക്കെ
സ്റ്റെപ്സ് ആണുള്ളത്. അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ എ സെറ്റ് ഓഫ് അംബ്രല ആക്ടിവിറ്റീസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സാമ്പിൾ പ്രൊജക്ട് ട്രാക്കിംഗ് ആൻഡ് കൺട്രോൾ, റിസ്ക് മാനേജ്മെൻറ്റ്, ക്വാളിറ്റി അഷുറൻസ്, കോൺഫിഗറേഷൻ മാനേജ്മെൻറ്റ്, ടെക്നിക്കൽ റിവ്യൂസ് ആൻഡ് അതർ. അത് അംബ്രല ആക്ടിവിറ്റീസും കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു പ്രോസസ്സ് മോഡലിൽ ഇത്രയും സ്റ്റെപ്സ് വരും. അതിൻ്റെ കൂടെ അംബ്രല ആക്ടിവിറ്റീസും ഒരു പ്രോസസ്സ് മോഡലിൽ വരും. അതൊക്കെ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. നെക്സ്റ്റ് പ്രോസസ് ഫ്ലോ ആണ്. വാട്ട് ഈസ് പ്രോസസ് ഫ്ലോ? പ്രോസസ് ഫ്ലോ മീൻസ് ഒരു ഫ്രെയിംവർക്കിൽ സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ടാവും, ആക്ഷൻസ് ഉണ്ടാവും, ടാസ്ക് ഉണ്ടാവും. ആ ടാസ്ക്, ആക്ടിവിറ്റീസ്, ആക്ഷൻസ് ഏത് ഓർഡറിലാണ് പെർഫോം ചെയ്യുന്നത് ആൻഡ് ആ ടൈമിനെ ബേസ് ചെയ്തിട്ട് ഏതാണ് ഫസ്റ്റ് നടക്കുന്നത് ആൻഡ് ആ സീരീസ് ഏത് സീക്വൻസിലാണ് നടക്കുന്നത്, അതിനെയാണ് പ്രോസസ് ഫ്ലോ എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോസസ് ഫ്ലോ ആണ്. അതിൽ ഫസ്റ്റ് വൺ ലീനിയർ പ്രോസസ് ഫ്ലോ. അതായത് ലീനിയർ പ്രോസസ് ഫ്ലോയിൽ ചെയ്യുന്നത് ആ ഓർഡറിൽ, അതായത് സീക്വൻസിൽ ഫസ്റ്റ് വൺ കമ്മ്യൂണിക്കേഷൻ അല്ലേ വരുന്നത്. ഫസ്റ്റ് വൺ കമ്മ്യൂണിക്കേഷൻ, ദെൻ പ്ലാനിങ്, ദെൻ മോഡലിംഗ്, ദെൻ കൺസ്ട്രക്ഷൻ, അവസാനം ഡിപ്ലോയ്മെൻറ്റ്. ആ ഓർഡറിൽ ലീനിയറായിട്ട് എല്ലാ ആക്ടിവിറ്റീസും പെർഫോം ചെയ്യുക. അതിൻ്റെ ഫിഗറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ കമ്മ്യൂണിക്കേഷൻ, ദെൻ പ്ലാനിങ്, ദെൻ മോഡലിംഗ്, ദെൻ കൺസ്ട്രക്ഷൻ, ദെൻ ഡിപ്ലോയ്മെൻറ്റ്. ഇതാണ് ലീനിയർ പ്രോസസ് ഫ്ലോ എന്ന് പറയുന്നത്.